അമേരിക്ക ഇറാൻ കരാർ പ്രാബല്യത്തിൽ വന്നതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്ക് ശേഷം വേഴ്സായ് കൊട്ടാരത്തിൽ വെച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം നടത്തിയ അത്താഴ വിരുന്നിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയായും ട്രംപും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ഇരുപക്ഷവും ഒപ്പുവെച്ചതോടെ അത് ഉടനടി പ്രാബല്യത്തിൽ വരുമെന്ന് പാകിസ്ഥാനും പറയുന്നു. ജൂൺ 19 സ്വിറ്റ്സർലൻഡിലെ പർവ്വത പ്രദേശമായ ബർഗൻ സ്റ്റോക്ക് റിസോർട്ടിൽ ഒപ്പുവെക്കുമെന്ന് സ്വിസ് വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചു. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്ന ഇടക്കാല കരാറിൽ US-ഉം ഇറാനും ഒപ്പുവെച്ചതിനെ തുടർന്ന് എണ്ണവില ഇടിഞ്ഞു. കരാർ പ്രഖ്യാപനമുണ്ടായതിന് പിന്നാലെ നാവിക ഉപരോധം പിൻവലിക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. കരാർ ഔദ്യോഗികമായി ഒപ്പിട്ടാൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുമെന്നും ട്രംപ് അറിയിച്ചിരുന്നു. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചതോടെയാണ് ഇറാൻ ഹോർമൂസ് അടച്ചത്. കരാർ പ്രാബല്യത്തിലാകുന്നതോടെ ഇറാന്റെ എണ്ണ, പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിലയ്ക്ക് ഏർപ്പെടുത്തിയ ഉപരോധം US ഇളവ് ചെയ്തേക്കും. അതുവഴി ഇറാന് എണ്ണ വിൽപ്പന പുനരാരംഭിക്കാനും നിലവിൽ ലോകരാജ്യങ്ങൾ നേരിടുന്ന ഇന്ധന ദൗർലഭ്യത്തിന് പരിഹാരമാകുവാനും സാധിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.